ഹലോ സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് രജത് പ്രകാശ് ആണ്. രജത്, വെൽക്കം ടു സിനിമാ ഭ്രാന്ത്. എന്തിനീ വേഗം ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നൂടെ മൃദുല പ്രതലമധിക മധുരം അതിമനോഹരം. ഞാൻ ആ സമയത്ത് പായല് മതിലുണ്ട്. അപ്പോൾ പായല് വളർത്തുന്ന സാധനമല്ലോ, നമ്മൾ വളർത്തില്ല, വളം കൊടുത്തില്ലല്ലോ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ലവ് എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് അവരുടെ വേൾഡിൽ നിന്ന് ചിന്തിച്ച് അങ്ങനെയാണ് കുറച്ച് സാധനം വന്നത്. വിത്ത് ഇങ്ങനെ പായിക്കൊണ്ടിരിക്കണം, സാധനം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് അതിൻ്റെയൊക്കെയുള്ള ഒരു പ്രയത്നത്തിലാണ്. ഗ്രൈൻഡിങ്, അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഉണ്ടാക്കണതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ജോൺറെ സ്പെസിഫിക് അല്ലാന്ന് എൻ്റെ വിശ്വാസം. ഞാൻ എല്ലാ ടൈപ്പ് സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ മ്യൂസീഷ്യനെ നോക്കില്ല, ഞാൻ മ്യൂസീഷ്യൻ്റെ ഒരു പേഴ്സോണേ നോക്കുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കമ്പോസ് ഇത് ഉണ്ടാക്കിയ എല്ലാം ഒരാളാണ്, ഒരൊറ്റ ചിന്ത, ഒരു മനുഷ്യനെ ഒന്നാണ്. അങ്ങനെ ചിന്തിച്ച് പാട്ടിൽ ആസ്വദിക്കാറുണ്ട്. വേഗം ഇത്തിരി നേരം എന്തിനീ വേഗം ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നൂടെ മൃദുല പ്രതലമധിക മധുരം അതിമനോഹരം. ഹലോ സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് രജത് പ്രകാശ് ആണ്. രജത്, വെൽക്കം ടു സിനിമാ ഭ്രാന്ത്. യെസ്, എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. യെസ്, ഈ വർഷത്തെ 25 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം അത് ചോദിച്ചു തുടങ്ങാണ്, എങ്ങനെയുണ്ട്? അല്ല, അങ്ങനെയല്ല, ഇവിടെ സന്തോഷം അത്രേ ഉള്ളൂ. നമ്മൾ ഒരു പാട്ട് കേട്ടു, വണ്ടിനെ തേടും എന്ന് പറയുന്ന പാട്ട് കേട്ട് അങ്ങനെ ഒരു പേര് നോട്ടീസ് ചെയ്ത് തുടങ്ങി, ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻ ടു മൂവീസിലോട്ടും റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. ഞാൻ ചോദിച്ചു തന്നതല്ല, ഹൗ ഈസ് 25 ട്രീറ്റിങ് യു? 25 ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് ഞാനൊരു സാധനം വിത്ത് ഇങ്ങനെ പായിക്കൊണ്ടിരിക്കണം, സാധനം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് അതിൻ്റെയൊക്കെയുള്ള ഒരു പ്രയത്നത്തിലാണ്. ഗ്രൈൻഡിങ്, അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ 24 വരെ തന്നെ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഹാങ് ഓവർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയാൻ പാടില്ല, 1 DB ചോദ്യം. ഓക്കെ, ഹാപ്പിയാണ്. ഹാപ്പിയാണ്, അങ്ങനെ തന്നെ പോകുന്നു. അപ്പം എല്ലാവരും അവസാനം ചോദിക്കുന്ന ചോദ്യം ഞാൻ ആദ്യം ചോദിക്കുകയാണ്, വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? വരാൻ പോകുന്ന സാധനങ്ങൾ എനിക്ക് 2 പരിപാടി ഉണ്ട്. എനിക്ക് ഹാറ്റ് സ്മിത്ത് എന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആ ഹാറ്റ് സ്മിത്ത് പ്രൊജക്റ്റ് കുറച്ചുകൂടി എൻ്റെ ഇൻഡിപെൻഡൻസ് സൈഡിൽ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് 100 കൈൻഡ് ഓഫ് ഹാറ്റ് സ്മിത്ത് സോങ് ആണ്. ഇനി അതുപോലത്തെ പാട്ട് സംഭവിച്ച ഹാറ്റ് സ്മിത്തിലേക്ക് ഉള്ളൂ. എൻ്റെ ലൈഫായിട്ട് ഭയങ്കര കണക്ഷനുള്ള പാട്ടിലൊക്കെ അങ്ങോട്ട് പോട്ടെ. രജത് പ്രകാശിൽ മൂവി പ്രൊജക്ട്സിൽ പോട്ടെ എന്നുള്ളതിൽ. അപ്പോൾ ഹാറ്റ് സ്മിത്തിൽ ഒരു ട്രാക്ക് 2016 നാഷണൽ വൈഡ് വൈറലായത് പാട്ട് ശംഭോ ശങ്കർ നമസ്കാരം ഒരു ട്രാക്ക് ഉണ്ട്. അത് വൻ പരിപാടിയായിരുന്നു. അതിനകത്ത് തന്നെ ആണ് ഇപ്പോൾ ഒരേ നിറഞ്ഞ ട്രാക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതും അത്യാവശ്യം ഇപ്പോൾ സ്പോട്ടിഫൈയിലൊക്കെ അത്യാവശ്യം ലിസണേഴ്സ് ഉണ്ട്. ഞാൻ വലിയ ഇൻഡി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രജത് പ്രകാശിൻ്റെ ഒരു ചെറിയൊരു ബ്രാൻഡ് ബിൽഡിംഗ് കൂടെ നടക്കുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പയ്യെ കമ്മ്യൂണിറ്റീനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അവരായിട്ട്. അപ്പോൾ അവരടുത്ത് അറിയിക്കുക, ഹാറ്റ് സ്മിത്തിൻ്റെ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത സാധനം വരാൻ പോകുന്നത് ഹിപ്പ് ഹോപ്പ് ആൽബമാണ്. 10 ട്രാക്ക് ആൽബം, 10 ആണോ 9 ആണോ അറിയില്ല, ഒരു ട്രാക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ അതിനകത്ത് ലിൽ പയ്യൻ, GB, CJJ, ഗബ്രിഡ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ റാപ്പേഴ്സിനൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി. അപ്പോൾ ഞാനങ്ങനെ ഹിപ്പ് ഹോപ്പ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളല്ല, പക്ഷേ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിപ്പ് ഹോപ്പ്. അതിൻ്റെ എഴുത്ത് സ്റ്റൈൽ ഇഷ്ടമാണ്. ഈ സെൽഫ് പ്രസൻറ്റേഷൻ നടത്തുമോ ഒരു ഭയങ്കര അടിപൊളിയായിട്ട്. അപ്പോൾ എനിക്കെന്താ ഫീൽ ചെയ്യണത് അത് എഴുതാൻ അറിയാം അവർക്ക് നന്നായിട്ട്. അപ്പോൾ ആ സാധനം ആസ്വദിക്കണോണ്ട് അപ്പോൾ എനിക്കത് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഹിപ്പ് ഹോപ്പ് ആവില്ല, കാരണം എൻ്റെ ജോണർ എന്തെങ്കിലും കിടക്കും, എൻ്റെ ഒരു സ്വഭാവം കിടക്കും പാട്ടുകൾക്ക്. അപ്പോൾ അങ്ങനെ ഈ വണ്ടി തേടിലുള്ള പോലെയൊക്കെ ഒരു പഴയ ടൈപ്പ് പാട്ടുകളുടെ ഒക്കെ ഹുക്ക് പോലെ ഫീൽ ചെയ്യണ ഹുക്കൊക്കെ ഉള്ള അല്ല, അങ്ങനെയില്ല, അത് നിർബന്ധമില്ല. ആൽമെന്റ്സ് ഉണ്ട്, ഹിപ്പ് ഹോപ്പ് കൂടി ഒന്നും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു പരിപാടിയാണ്, ഒരു സാധനമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ എല്ലാ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് ആ ട്രാക്കിൽ പരിപാടികളിൽ. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിലാണ്. പിന്നെ മരണമാസിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ പ്രോസസ്സിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സിറ്റുവേഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ എൻ്റെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ആപ്റ്റാണെങ്കിൽ ആ പാട്ടിലുണ്ടാവും. അത് നല്ല ഇഷ്ടപ്പെട്ട ട്രാക്ക്, അടിപൊളി ട്രാക്ക്. അത് അടിപൊളിയാണ്. എന്നത്തേക്കായിരിക്കും പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റുക അറിയില്ല. അത് ശിവപ്രസാദാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ പുള്ളി വർക്കിങ്ങിലാണ് എൻ്റെ. ഞാൻ ചിന്തിച്ചു പോയില്ല എന്തായിരിക്കും വരാൻ അറിയില്ല. ഉത്തരം പെട്ടെന്നും തരണം. അതെ, ഇപ്പം പാട്ടുകളുടെയും രജത്തിന്റെ ഒരു വേ ഓഫ് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു രീതികൾ ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ സുഷിൻ ശ്യാം നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. സുഷിൻ ചെയ്യുന്ന ടൈപ്പ് സോങ്സ് ഉണ്ട്, എല്ലാ ടൈപ്പും ചെയ്യാറുണ്ട്. ഇപ്പം ആവേശത്തിലെ ഭയങ്കര ഒരു ലെവൽ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ സുഷിന് കേൾക്കാൻ കുറച്ചുകൂടി ഇഷ്ടം ചെരാതുകൾ, നെബുലകൾ, അങ്ങനെയുള്ള സോങ്സ് ആയിരിക്കും. രജത്തിനെ സംബന്ധിച്ച് ഇപ്പം ചെയ്തിട്ടുള്ള പാട്ടുകൾ, ഇപ്പം വണ്ടിനെ തേടും ആയിക്കോട്ടെ, അതിമനോഹരമായിക്കോട്ടെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് മ്യൂസിക്സ് ആണോ? അത് ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസിൽ ഇങ്ങനെ കണ്ടതാണ്. റെട്രോ കൈൻഡ്സ് ഓഫ് സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഴയ
സിനിമകളിലെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ശരിക്കും ആസ് എ മ്യൂസിഷ്യൻ എങ്ങനത്തെ പാട്ടുകളാണ് ഫോളോ ചെയ്യുന്നത്, കേൾക്കാൻ ഇഷ്ടമുള്ളതും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളതും കൈൻഡ് ഓഫ് മ്യൂസിക്സ് ഏതൊക്കെയാണ്? അല്ല, കേൾക്കാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ തീരുമാനിച്ചേക്കണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും പാട്ടിലൊക്കെ നമ്മുടെ അടുത്ത് എത്തും, കേൾക്കും, അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ചുറ്റും ആർട്ടിസ്റ്റുകളുണ്ട്. ഇവിടുത്തെ സീനൊക്കെ അറിയാൻ അങ്ങനെ മറ്റേ എനിക്കിഷ്ടമുള്ള ജോണർ, എനിക്ക് കുറച്ച് ഡീപ്പ് ടെക്നോളൊക്കെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സുഷിനൊക്കെ കുറച്ച് മെലോ ആയിട്ട് ഒരു വേൾഡിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ ഒരു, അതാണ് ടെക്നോൻ്റെ ഒക്കെ ഒരു സ്വഭാവം. അതാണ് മറ്റേ നമ്മളെ കുറച്ചൊരു ഇമ്മേഴ്സീവ് ഫീലിംഗ് കിട്ടും അതിന്, ആ കൈൻഡ് ഓഫ് മ്യൂസിക്കിന്. അപ്പോൾ അങ്ങനത്തെ മ്യൂസിക്കിൽ ഞാൻ കുറേ എൻജോയ് ചെയ്യാറുണ്ട്. ബെൻ ബോമർ എന്ന ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ബെൻ ബോമറിൻ്റെ ഫാനായിരിക്കും. അപ്പോൾ അവൻ്റെ സഭയിൽ പ്ലേ ചെയ്യും. അപ്പോൾ ഞാൻ കേൾക്കാൻ ഇടയാവും. അപ്പോൾ ഒരു എക്സ്പ്ലോറേഷൻ നടത്തിയിട്ട് കുറച്ച് ആർട്ടിസ്റ്റിൽ പിടിക്കും. ഇതാണ് എൻ്റെ എക്സ്പ്ലോറേഷൻ സൈഡ് എടുത്താൽ. ഉണ്ടാക്കണതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ജോൺറെ സ്പെസിഫിക് അല്ലാന്ന് എൻ്റെ വിശ്വാസം. ഞാൻ എല്ലാ ടൈപ്പ് സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കഥ പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അതിലുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ വണ്ടി തേടുമ്പോഴൊക്കെ പറ്റിയിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആ പാട്ടിനെ. കാരണം എനിക്കത് ആ ട്രൂത്ത്ഫുൾനെസ് എനിക്ക് കൊടുക്കാൻ പറ്റും ആ പാട്ടുകൾക്ക്. അതായിരിക്കും എൻ്റെ മ്യൂസിക് എത്ര ഉണ്ടാവുള്ളൂ. എനിക്ക് ജോണർ വൈസ് എനിക്ക് പറയാം. ഇപ്പോൾ എനിക്ക് ഒരു പാട്ടുണ്ട്, അണ്ടർ റേറ്റഡ് ആണ്, മേക്ക് ലവ് ആൻഡ് മേക്ക് മെമ്മറീസ് എന്ന ട്രാക്കിൻ്റെ പേര്. ഞാൻ വിശ്വസിക്കുന്ന ആ ട്രാക്ക് ഹെഡ്ഫോണിൽ കേട്ട് കഴിഞ്ഞാൽ അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ചിന്തകളിലേക്കൊക്കെ പോകും. ഞാൻ അങ്ങനെ ഡിസൈൻ ചെയ്തേക്കണം. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലുണ്ടായിരിക്കണം. എനിക്ക് ആ സ്റ്റേറ്റ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ അത് അണ്ടർ റേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ എൻ്റെ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ അത് കയറാത്തതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് കുറച്ച് പരിപാടി വരും അതിൻ്റെ. നമുക്കിൻ്റെ ഒരു പാട്ട് കേട്ടാലോ? പാട്ടേക്കാം. അല്ല, പാടാൻ ഞങ്ങൾക്ക് പാടിത്തരണം, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പാടിത്തരണം. അങ്ങനെയാണോ? അതെ, ഇപ്പൊ റീസെന്റ് റിലീസ് തന്നെ പാടിയാലോ? ഭൂലോകസുന്ദരം പാടി അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ ആ റെക്കോർഡിങ് സമയത്ത് ഞാൻ എൻ്റെ ഒരു വിശേഷം പറയാം, എന്നിട്ട് പാടാൻ പണി. വിശേഷം എന്ന് വെച്ചാൽ എക്സൈറ്റൻ ലിറിക്സ് ചെയ്താൻ വേണ്ടിയിട്ടാണ് എന്നെ കണക്ട് ചെയ്തത്. എക്സ് ബിജോയിൻ്റെ കമ്പോസിഷനാണ്. അപ്പോൾ അവിടുത്തെ 2 സോങ്സ് ശരിക്കും ഉള്ളൂ. ഒരു സാഡ് സിറ്റുവേഷനിലും അല്ല വേറെ സിറ്റുവേഷനിലും, പിന്നെ ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ട്. അപ്പോൾ ആളൊരു മെലഡി വന്നിട്ട് നമുക്ക് ലിറിക്കായിട്ട് എന്തെങ്കിലും എഴുതി നോക്കെന്താ വരണേന്ന്. അപ്പോൾ പുള്ളി എന്താ ചിന്തിച്ചിരുന്ന സാധനം പുള്ളി പറയുമ്പോൾ ഒരു കുടുംബം, അവരൊരു ഫാമിലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോങ്ങാണ്. അപ്പോൾ മൂവിയുടെ സിറ്റുവേഷനിലും അങ്ങനെ ടോവിനൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവിടെ ജെല്ലായിട്ട് ഇങ്ങനെ പാട്ട്, ഒരു പെണ്ണ് പാടുന്ന പാട്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ അതിൽ ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് പിടിച്ച് പോകാനാണ് പുള്ളി ആഗ്രഹിച്ചു തോന്നുന്നു. അപ്പം അങ്ങനെ എഴുത്ത് വേറെ ആൾക്കൊണ്ട് എഴുതാന്ന് പറഞ്ഞ സാധനം എനിക്ക് എന്നെ കൂടെ പറ്റും തോന്നുന്നില്ല. ഞാനങ്ങനെ വേറെ ആൾക്കൊണ്ട് എഴുതാറില്ല. എനിക്കൊണ്ട് എഴുതി ശീലിച്ചിട്ട് എനിക്കതാണ് എൻ്റെ റൂട്ട്. ട്രൈ നോക്കുന്നുണ്ടോ? ട്രൈ നോക്കി പിന്നെ പുള്ളിക്കും വർക്കായി, എനിക്കും വർക്കായി. ഞങ്ങൾ അതിൽ കുറച്ച് ജാം ചെയ്തപ്പോഴത്തേക്കും വേറെ വേർഷൻ വന്നു. അപ്പോൾ ആ വേർഷനാണ് എൻ്റെ വേർഷൻ. ശരിക്കും പടത്തിൽ ഫീമെയിൽ വേർഷൻ രഹന ഷാസാണ് പഠിക്കുന്നത്. അത് ഇപ്പോൾ മറ്റേ വീഡിയോ വേർഷനിലാണ് ഞാൻ ശരിക്കും ഉള്ളത്. അപ്പോൾ എൻ്റെ ന്യായം എന്ന് വെച്ചാൽ ഞാനത് പുള്ളിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ എഴുതുന്ന സാധനം എനിക്കിത് ഇത് പാടി വരുമ്പോൾ എങ്ങനെയാവുമെന്ന് ജസ്റ്റ് ഇമോഷൻസ് ഉണ്ടല്ലോ, വരികളിൽ ഇമോഷൻസ് ഉണ്ട്. അത് എക്സ്പ്രസ് ചെയ്ത് പാടാനും പറ്റി കഴിഞ്ഞാൽ അടിപൊളി. അപ്പോൾ എനിക്കത് ഞാൻ എൻ്റെ ട്രാക്കുകൾ പാടുന്നതുകൊണ്ട് ഞാൻ പുള്ളിക്ക് പാടി അയച്ചു കൊടുത്തു. അങ്ങനെ പാടിയുള്ള എക്സ്പീരിയൻസ് ഈ പാട്ടിനുള്ളൂ. അപ്പോൾ അങ്ങനെ വീഡിയോയിലോട്ടും വന്നു. അതെ. അപ്പോൾ ഞാൻ അധികം ഈ പാട്ട് പുറത്ത് അങ്ങനെ പാടിയിട്ടില്ല. ഞാനിങ്ങനെ സിംഗർ ഈ പാട്ട് പാടണം എന്ന് തന്നെ അസൈൻ ചെയ്തൊന്നുമല്ല. ഈ ടോണിൽ കൊള്ളാലോ. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയി പാടി നോക്കി. അപ്പം എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര അവസാനം ആപ്റ്റാണെങ്കിൽ അത് നടക്കും. അത് അതിനുവേണ്ടി കുറേ എഫേർട്ട് ഒന്നുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതാണ് ന്യായം. ഞാൻ പാടി നോക്കാം. ഭൂലോകസുന്ദരം എന്നാണ് പാട്ടിൻ്റെ ഒരു മിനിറ്റ്. പാറിപ്പാറാൻ എന്നും കാറ്റിന് സമ്മതം, മേലെ നിന്നും കര കാണാൻ സുന്ദരം, പേമാരി പെയ്താൽ പൂങ്കാവനങ്ങളിൽ ഏകാന്തമായൊരു തണൽ മരം, അതിൽ നാവോളം നേരം തങ്ങിടാൻ പോകാം, വീണ്ടും വാനം തെളിഞ്ഞാലും അവിടം സ്വന്തം, പാറി പാറി ദൂരങ്ങൾ താണ്ടി കാണാത്തത് കാണാൻ നമുക്കില്ലേ കൗതുകം, പേമാരി പെയ്താൽ പൂങ്കാവനങ്ങളിൽ മതിയാവോളം നേരം തങ്ങിടാൻ പോകാം.
ഞങ്ങൾക്ക് ഒരു കാക്ക പ്രസ് പരിപാടി പിടിച്ചിട്ടുണ്ട്. മെസ്സേജ് പോലെ എഴുതിക്കണം. എനിക്ക് അപ്പോൾ അതുകൊണ്ട് റോ ആയിട്ടൊക്കെ പാടിക്കണത്. ഓരോ വർഷം പാടുമ്പോൾ ഓരോ വർഷം വരും, അങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പൊ ഈ നേരത്തെ ഈ സോങ് വേറെ ആളെ കൊണ്ട് എഴുതിക്കുന്നുണ്ട് പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ നോക്കി കഴിയുമ്പം എല്ലാ സോങ്സും ഇപ്പം സ്വന്തമായിട്ട് തന്നെ എഴുതി കമ്പോസ് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. ആ ഒരു പ്രോസസ്സ് എങ്ങനെ? ഇപ്പം പലപ്പോഴും പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും ലിറിക്സ് എഴുതുന്ന വേറെ ആൾക്കാരായിരിക്കും. ഇപ്പം ഒന്നെങ്കിൽ ട്യൂൺ ആദ്യം തരും, അല്ലെങ്കിൽ ലിറിക്സ് ആദ്യം ചെയ്യും, അതിനനുസരിച്ച് ട്യൂണിങ് അങ്ങനെ മാറ്റി ആയിരിക്കുമല്ലോ. ഇത് രണ്ടും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ് ലിറിക്സ് എഴുതി അത് കമ്പോസ് ചെയ്യുന്ന രീതി? ഇന്ന് ഇതൊരു ചോദ്യം കേട്ടു, അപ്പോൾ ഞാൻ ചിന്തിച്ച സാധനമാണ്. അപ്പോൾ എനിക്ക് പ്രോപ്പർ ഉണ്ടോ എന്ന് അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ പൊതുവെ പാട്ട് ആസ്വദിക്കുമ്പോൾ അത് എഴുതി ഇപ്പോൾ സിനിമാ പാട്ടുകൾക്ക് അല്ല, ഞാൻ പ്രോപ്പറായിട്ട് പറയാം, ഞാൻ മ്യൂസീഷ്യനെ നോക്കില്ല. ഞാൻ മ്യൂസീഷ്യൻ്റെ ഒരു പേഴ്സോണേ നോക്കുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കമ്പോസ് ഇത് ഉണ്ടാക്കിയ എല്ലാം ഒരാളാണ്, ഒരൊറ്റ ചിന്ത, ഒരു മനുഷ്യനെ വന്നാണെന്ന്. അപ്പം അങ്ങനെ ചിന്തിച്ച് പാട്ടിൽ ആസ്വദിക്കാറുണ്ട്. ഇപ്പോൾ ഹേരത്തെ ആഷിക്കി പോട്ടെ, മറ്റേ തമാശയിൽ പാട്ടുണ്ടല്ലോ, തമാശയിൽ മറ്റേ ദീപിക പടുകോൺ തും സാത്തോ, മറ്റേ അതിൽ എന്തോ ബ്രെയിന് മനസ്സിനോട് പറയണ സാധനം, അങ്ങനെ എന്തോന്ന് അതിൻ്റെ ഒരു എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറെമാനല്ല, ഒരു വ്യക്തി, ഒരാൾ, ഒരു സോള്, അയാൾ ചിന്തിച്ച സാധനമാണ്. അയാൾക്ക് വന്ന മെലഡി, ആ മെലഡിക്ക് ഒരു ഇമോഷൻ ഉണ്ട്, ഇതൊക്കെ ഒരാൾ ആണ് ചെയ്തതെന്ന് ചിന്തിച്ച് വൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് എനിക്ക് ആ പ്രോസസ്സ് ഇഷ്ടമാണ്. എൻ്റെ തന്നെ എല്ലാം വരട്ടെ, നോക്കാം എന്താണ് സംഭവിക്കാൻ പോണേന്ന്. വേറെ ആൾ ഐഡിയാലും അടിപൊളിയാണ്, വേറെ കളർ വരും. പക്ഷെ ഞാൻ തുറന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് മെലഡി ആയിട്ടും വരും, എഴുത്തായിട്ടും വരും. അപ്പോൾ രണ്ടും കൂടി ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഇക്വേഷൻ ആയിരിക്കുന്നു. ഇക്വേഷൻ പോലെ ആയിരിക്കില്ലല്ലോ അത്, ഒറ്റ ട്രൂത്ത്നെസ് ഉണ്ടാവും. ആ ട്രൂത്ത്നെസ് വൈബി ഉണ്ട്. അപ്പോൾ അതാണ് തോന്നുന്നു എൻ്റെ ഒരു സംഭവം. ഞാൻ ബ്രെയിനിൽ സംസാരിക്കണത്, അതാണ് ഒരു ഈ ലിറിസിസ്റ്റുകൾ നോർമലി ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വേർഡ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒരു വേർഡ് നോട്ട് ചെയ്ത് വെച്ചാൽ ആ വേർഡ് അടുത്ത പാട്ടിൽ കൊണ്ടുവരാൻ നോട്ട് ചെയ്തില്ല. എന്ന് ഞാനൊരു വേർഡ് കേട്ടു, മറ്റേ കോൺഫിഡൻസിന്റെ മലയാളം എന്ന് പറഞ്ഞിട്ട്. ഞാൻ മലയാളം എനിക്ക് ഭയങ്കര അത്ര സ്ട്രോങ് ഒന്നുമല്ല, പക്ഷെ വാക്കുകൾ കേട്ട് ചിലതൊക്കെ നോട്ട് ചെയ്യും, ചില സാധനങ്ങളൊക്കെ. ആ ശീലം തുടങ്ങണം. ഈ വാഴയിലെ സോങ് അതിമനോഹരം എന്ന് പറയുന്നത്, അതിലെ എനിക്ക് ഈ അതിമനോഹരം എന്ന് പറയുന്ന ആ ഒരു വേർഡ് അത് ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള സാധനമായിരുന്നു. അത് എങ്ങനെ വന്നതിൻ്റെ അത് ഞാൻ പറയാം. എനിക്ക് ഇഷ്ടമുള്ള ഒരു കൈൻഡ് ഓഫ് എഴുത്ത് മലയാളത്തിലൊരു ഈ മറ്റേ പണ്ടത്തോട്ടൊക്കെ മറ്റേ കുടുംബം എന്നാണ് അതിൻ്റെ ഹുക്ക് പാട്ടിനൊരു കുടുംബം അറിയോ? മറ്റേ പാട്ട് ചെയ്ത് എരിയും പോസ് ചെയ്യണ്ട, അങ്ങനെ പോട്ടെ. ഒരു കുടുംബം ഒക്കെ ഉണ്ടോ പാട്ട്? അറിയോ പാട്ട്? ഒരു കുടുംബം, അതില് കുടുംബങ്ങളൊക്കെ ഉണ്ട്. അതെന്തോ ആ പാട്ട് എവിടെ വെച്ചോ അറിയാണ്ട് കേട്ടു, ഞാൻ കേട്ടിട്ടില്ലടാ, അറിയാണ്ട് കേട്ടതാ. ചുമ്മ ചില വാക്കുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു മുളച്ചേക്കും പാട്ടില്. അപ്പൊ ഹരിത പരവധാനി മുളച്ചേക്കും, ശരി ഇല്ലുമിനാറ്റി മുളച്ചേക്കും. അപ്പോൾ എനിക്ക് മുളച്ചിക്കുന്ന വാക്കുകൾ വേണമെന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ് ഞാൻ ട്യൂൺ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സാധനത്തിൽ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരും. ഭൂലോകം സുന്ദരം, പാറുമ്പോൾ കൂടെ വേണമെൻ കുടുംബം എന്നുള്ള വാക്ക്. പിന്നെന്താ എനിക്കെന്ത് അതെപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴും ഈ സാധനം ചെയ്യണ സമയത്ത് ഇത് തടയാൻ ആൾക്കാരുണ്ടാവും. പിന്നെ അയ്യോ അങ്ങനത്തെ വാക്കത്ത് വെക്കല്ലേ, അത് ഒന്നില്ലെങ്കിൽ അത് ക്രിഞ്ച് കൊള്ളിക്കും, അല്ലെങ്കിൽ ഉച്ചരിക്കാൻ പാടാണത്. അപ്പോൾ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ എന്തായാലും ഇടും, നോക്കട്ടെ എന്താ. എഴുതിയ സാധനം മാറ്റാൻ പറയുമ്പോൾ വരുന്നൊരു ഫീൽ ഉണ്ടാവില്ല, ഒരു ഫീൽ വരാറില്ല. ഞാനത് അപ്പം എന്താ കൂടെ അതിനെ എന്നെ ട്രസ്റ്റ് ചെയ്ത് പോവാ. പിന്നെ വേറെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യണോ, നാളെ ആദ്യം നമുക്ക് വേണ്ടി ചെയ്യണോ സാധനം. അപ്പോൾ കറക്റ്റായിട്ട് സാധനം വരും. അത് കഴിഞ്ഞിട്ട് റിവ്യൂ എല്ലാവർക്കും തരാം, ആർക്കും തരാം. അത് എല്ലാവരുടെയും ഒരു സംഭവമാണ്, ഒരു സംഭവം. പക്ഷേ ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു എപ്പോഴും. മറ്റേ ഈ ചില വാക്കുകൾ ഒരു അതിമനോഹരം അങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോൾ പ്രശ്നമാവോ എന്നൊക്കെ ചോദ്യമൊന്നും ഉണ്ടായിരുന്നു. അത് ഞാൻ എല്ലാം തെളിയിക്കാൻ പറ്റിയിരിക്കും 2 വർഷം. ആ റൂട്ടനെ പിടിക്കാം. അടുത്തൊരു പാട്ടിനകത്ത് താരം എന്നൊക്കെ പാട്ടുണ്ട്, ഒരു താരം. അപ്പം അത് കട്ടിയുള്ള വാക്കുന്നല്ല, സിമ്പിളാണ് എഴുത്തുവിൻ്റെ, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് കുറച്ച്. എൻ്റെ പാട്ട് അതാണ് എനിക്ക് തോന്നുന്നത്, കുറച്ചുകൂടി ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് വായിക്കാം, പാട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഞാൻ വലിയ ഭാഷ ഒന്നും ഉപയോഗിക്കണില്ല, എന്താ ടു ദ പോയിന്റ്, ഭയങ്കര ഇൻഫോർമൽ അല്ലാതെ ഇച്ചിരി ഷുഗർ കോട്ട് ചെയ്ത് ഇങ്ങനെ പറയണം നിങ്ങളുടെ അടുത്ത്. ഭയങ്കര സിമ്പിളാണ് പരിപാടി. ചില വാക്കുകൾ ഫാൻസിക്ക് അത്രയുള്ളൂ. ഒരു ഇടയ്ക്കൊരു സമയത്ത് ഈ പാട്ടുകളുടെ ലിറിക്സിനെ പറ്റി ഒരു വിവാദം ഉണ്ടാവുന്നുണ്ടായിരുന്നല്ലോ. അതായത് പഴയ ഗിരീഷ് പുന്തശ്ശേരി, അതെ അതെ, വളരെ റീസെന്റ് ആയിട്ട് തന്നെ പഴയ ലിറിസിസ്റ്റുകൾ അവര് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ടിന്റെ ഒരു ഇത് തന്നെയാണ്. ഇപ്പം പലതും ഈ പറഞ്ഞ പോലെ തന്നെ പറയുന്ന രീതിയിലാണ് നമ്മൾ
കാഷ്വലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ പാട്ടിൽ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ രജത്തിനെ സംബന്ധിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനാണ്, ഒരു മൂവീസിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനത്തെ ഒരു വിവാദങ്ങളിലോടൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഞാനിത് ആ സമയത്ത് കണ്ട സമയത്ത് എനിക്ക് സെയിം ഒരു ഒപ്പീനിയൻ ഉണ്ട് കുറേ രീതിയിൽ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇപ്പം ഇച്ചിരി ഹിപ്പ് ഹോപ്പിലേക്കൊക്കെ ഇൻക്ലൈൻഡ് ആയി. എൻ്റെ കേൾക്കുന്ന ലിസ്ണിങ് അവരിടയ്ക്ക് മലയാളം സിനിമയുടെ ഒക്കെ ട്രാക്കുകളിൽ അവർ സാധനം എഴുതുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ പാട്ടുകൾ, പുള്ളി പറഞ്ഞ എക്സാമ്പിളിൽ കുറച്ച് പാട്ടുകളുണ്ട്. ആ പാട്ടുകളിലൊക്കെ ഇങ്ങനെ നമ്മൾ ആ പാട്ട് കേട്ട് വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ അറിയാണ്ട് പാട്ടിൽ ലിറിക്സിൽ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കഥയും അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. ഒരു സ്ക്രിപ്റ്റ് ചെയ്തണ പോലത്തെ ഒരു പരിപാടി ഉണ്ട്, ഒരു സ്റ്റാർട്ട് എൻഡൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ അതില്ലായ്മ ഉണ്ട് ഇത് ഇപ്പോഴത്തെ പാട്ടുകൾക്ക്. അതുകൊണ്ടാണ് പാട്ടിൽ ലിറിക്കിൻ്റെ അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു അഴലിൻ്റെ ആഴങ്ങളിൽ ബ്രേക്കപ്പ് സമയത്ത് കേട്ടോ കളിയാന്നൊക്കെ പറയും. അപ്പോൾ അത് പറയാൻ കാരണം വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല അടിപൊളിയായിരുന്നു. ആരാധിക്കൊക്കെ അങ്ങനത്തെ പാട്ടാണ്. അപ്പോൾ പണ്ട് ഭയങ്കര കൂടുതലായിരുന്നു ആ സാധനം. അപ്പോൾ ഇപ്പോൾ അത് ഇച്ചിരി കുറവാണ് ആ സാധനം. അപ്പോൾ അത് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളി എഴുത്താറുണ്ട് ഇവിടെ. എന്താ പറയണേ, ഹിപ്പ് ഹോപ്പിലൊക്കെ അടിപൊളി ആൾക്കാരുണ്ട്. വിനായക അടിപൊളി എഴുത്താണ്. ശരിക്കും കുറേ അടിപൊളി സാധനങ്ങളുണ്ട്. പിന്നെ ഇതും ഒരു ജോണറാണ്, വല്ലാണ്ട് നമുക്കിങ്ങനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ആർട്ട് ഇങ്ങനെ തന്നെ ഉണ്ട്, അതിൻ്റെ ഷേപ്പും കളറും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ചുവപ്പാവാം, പച്ചയാവാം, നീലയാവാം, പിങ്ക് ആവാം, എന്തുകൊണ്ട് നമുക്ക് ആക്കാം. ആസ്വാദനമാണത്. ആസ്വദിക്കാൻ പറ്റാത്തൊരു ആസ്വദിക്കില്ല. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് പച്ച ഇഷ്ടം, അതിന് കാരണമുണ്ടോ ഇല്ല. അതുപോലെ അങ്ങനെ പോകുന്നു. നമ്മൾ അതിമനോഹരം പാട്ട് മെൻഷൻ ചെയ്ത് പോയ സ്ഥിതിക്ക് ആ പാട്ടും കൂടെ ഒന്ന് കേട്ടു പോയാലോ? അതിമനോഹരം പാടം കൂടാൻ പറ്റുന്നതിൽ അറിയോ പാട്ട്? അറിയാം, പക്ഷെ ഞാൻ പാടിക്കഴിഞ്ഞാൽ ഓഡിയൻസ് കേട്ടിരിക്കില്ല. അല്ല, നമ്മൾ ഈ റൂമിൽ നമുക്ക് എല്ലാവർക്കും വൈബ് ചെയ്യാൻ പാടില്ല. ആ കൂടെ എനിക്ക് അങ്ങനത്തെ അങ്ങനെ പെർഫോം ചെയ്തിട്ട് പെട്ടെന്നൊക്കെ ഇതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് പാടും, അപ്പൊ എല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ട് കഴിയും. ഓഡിയൻസ് അങ്ങനെയല്ല, ഓഡിയൻസ് കൂടെ വൈബ് ചെയ്യണം. ഓക്കെ, ഇവര് വൈബ് ചെയ്യും. എനിക്ക് വെച്ചിട്ടോ നോക്കട്ടെ, തൊണ്ടൊക്കെ ട്രൈ ചെയ്യട്ടെ. എന്തിനീ വേഗം ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നൂടെ മൃദുല പ്രതലമധിക മധുരം അതിമനോഹരം മാനത്തെ അമ്പിളി ചേലത്തെ കുമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടു പങ്കിടാം ഞാൻ മതി വരുവോളം. ആഹാ തീവേനലിൽ പൊള്ളാതെ നീർ പെയ്തു നീ ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരാം. ഞാൻ നിന്നുടെ മാനത്ത് മെല്ലെ വേരുകളാഴ്ത്തിടാം. നിൻ ഹരിത പരവതാനിയാവാം. കാലം കൂട്ടു നിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിയിടും ഞാൻ. കാലം കൂട്ടു നിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിടും ഞാൻ. എന്തിനി വേഗം ഇത്തിരി നേരം, എന്തിനി വേഗം ഇത്തിരി നേരം പറ്റിപ്പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നൂടെ മൃദുല പ്രതലമധിക മധുരം അതിമനോഹരം. മതി, ചെറിയ പാട്ടാ, പക്ഷെ മൊത്തം പാടി പോകും. ഇതാണ് ഷോ ചെയ്യണോണ്ടേ എല്ലാരും ഫുൾ ക്രൗഡ്. ഈ ഇന്റർവ്യൂ എഡിറ്ററൊക്കെ നോക്കുമ്പോ മൊത്തം പാടി. ഇതിന്റെ ഇടയ്ക്കത്തെ ആ ഒരു പോർഷൻ നേരത്തെ വേറെ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാലം കൂട്ടുന്നില്ലെങ്കിലും. പിന്നെ എനിക്ക് ആ പോർഷൻ എത്തുമ്പോഴത്തേക്കും എന്തോ ഓട്ടോമാറ്റിക്കായി പാടാൻ പേടിക്കല്ലേ. അത് ഭയങ്കരമായിട്ട് വാഴയും നമ്മുടെ ലൈഫും തമ്മിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ എഴുതി പോയപ്പോഴും അങ്ങനെ തന്നെ. അല്ല, അത് എനിക്ക് പാട്ട് എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് എല്ലാ പാട്ടിലും എന്തെങ്കിലും ഒരു പെർസ്പെക്റ്റീവ്. ആരെങ്കിലും ഇപ്പോൾ പൂവണ്ടോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പാട്ട് ദേശാടന പക്ഷികളുടെ പെർസ്പെക്റ്റീവ്. എനിക്ക് ഇങ്ങനത്തെ ഒരു എഴുത്തുണ്ട്. എനിക്ക് എഴുതാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് മാൻ പെർസ്പെക്റ്റീവിൽ എഴുതുന്നതിനേക്കാളും ഇഷ്ടം, അല്ലെങ്കിൽ തേർഡ് പേഴ്സണേക്കാളും ഇഷ്ടം ചെടികൾ, പൂക്കൾ, കിളികൾ, പട്ടികൾ, ജീവനുള്ള സാധനം. മേഘം പിടിക്കുക, മേഘം എന്തായിരിക്കും മറ്റേ കടലിനോട് സംസാരിക്കുക എന്തൊക്കെയും. അപ്പോൾ അവിടെ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ അതിലൊരു കഥയൊക്കെ വിളിയത് പോകും. എനിക്ക് ആ സമയത്ത് എൻ്റെ അടുത്ത് വിപിചേട്ടൻ പറഞ്ഞു,
നമുക്ക് ഒരു വൺ സൈഡ് ലവ് ആണ് കാണിക്കേണ്ടത്, വൺ സൈഡ് ലവ് എങ്ങനെ കാണിക്കാം എന്നുള്ള രീതിയിൽ നീ അങ്ങനെ ചിന്തിച്ച് ഒരു പാട്ട് എഴുതുകയും കൂടി ചെയ്യുക, കമ്പോസും കൂടി ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് പായൽ മതിലുണ്ട്. ഇപ്പോൾ പായൽ വളർത്തുന്ന സാധനമല്ലോ, നമ്മൾ വളർത്തില്ല, വളം കൊടുത്തില്ലല്ലോ, അവന് ആഗ്രഹമൊന്നുമില്ല പായൽ വരണം, നമുക്കും ആഗ്രഹമില്ല, മതിലിനും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വള്ളിയാണല്ലോ ആ സാധനം, വള്ളി പോലെ ക്ലിങ്ങിയോ ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ലവ് എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് അവരുടെ വേൾഡിൽ നിന്ന് ചിന്തിച്ച് അങ്ങനെയാണ് കുറച്ച് സാധനം വന്നത്. അതിനിപ്പോൾ എക്സാക്ട്ലി എന്താ ചോദിച്ചത്? കാലം കൂട്ടുന്നില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഇത് എഴുതുന്ന സമയത്ത് ഒരു പേഴ്സ്പെക്റ്റീവ് പറഞ്ഞാൽ ഇപ്പോൾ കാലാവസ്ഥയോ അല്ലെങ്കിൽ ആൾക്കാർ പറിച്ച കളയും ഇതിനെ. ഈ പായലിന് ആൾക്കാർ ഇതിനെ ചെത്തി കളഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ മഴ കേട്ടെ കാണിച്ചു തരാം, തിരിച്ചു വരും സാധനം. സീനാണ് സാധനം. അത് ബാക്കി ഇപ്പോൾ തുളസിയൊക്കെ പറിച്ചാൽ പോയി, ഇനി ഇടണം, സീഡ് ഇടണം, വളരണം, വലുതാവണം, പ്രോസസ് 1 തൊട്ട് തുടങ്ങണം. പായലൊന്നും വേണ്ട, പായൽ തിരിച്ചൊന്നിരിക്കും. അത് എനിക്ക് അവിടെ മോട്ടിവേഷനൊക്കെ പായലിനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സല്യൂട്ട്, അതാണ് വീട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. ഇങ്ങനെ കുറച്ചൊരു മോട്ടിവേറ്റിംഗ് ആണിത്. രണ്ടർത്ഥമുണ്ട്, രണ്ട് രീതിയിലെടുക്കാം. മനസ്സിലായി. എനിക്കുള്ളൊരു ഡൗട്ടാണ്, ഞാൻ നേരത്തെ ഇവിടെ ചോദിച്ചായിരുന്നു, ഈ മ്യൂസിക് കമ്പോസർ എന്ന് പറയും, പിന്നെ മ്യൂസിക് പ്രൊഡ്യൂസർ, ഇത് തമ്മിൽ എന്താ ശരിക്കും ഡിഫറൻസ്? മ്യൂസിക് കമ്പോസർ എന്ന് പറഞ്ഞ ആള് ഈ ഇപ്പം ഇതിനകത്തുള്ള ഓരോ പീസസ്, വോക്കലിൻ്റെ പീസ്. ഇപ്പോൾ ഒരാളൊരു പാട്ട് പാടുന്നു, എൻ്റെ വോക്കല് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ആ സാധനം, അതിനൊരു മെലഡി ഉള്ളു. ആ സമയത്ത് ഒരു ട്രംപറ്റ് അങ്ങനെ പോകണമെന്നൊക്കെ ഒരു തീരുമാനം എടുക്കുന്ന ആളാണ് കമ്പോസർ.